ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ട്രാവലിംഗ് വ്ലോഗ് ആട്ടോ. ഉടുപ്പി വരെ പോവാണ് ഒരു ഹോസ്പിറ്റൽ വിസിറ്റിന് വേണ്ടിയിട്ട്. രാവിലെ 7:30 കേട്ടോ നമ്മൾ ഇറങ്ങിയത്. വടകര എത്തിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല നെയ്പ്പത്തിനും ഫിഷ് കറിയും കഴിച്ചിട്ടുണ്ടീനു. അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ മറന്നു വേണ്ടീനു. ഇതാണ് കണ്ണൂര് വളപ്പട്ടണം പാലം. നല്ല അടിപൊളി റിവർ വ്യൂ ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെയൊക്കെ കാണാന്. 11 മണിയായപ്പോൾ നമ്മൾ കണ്ണൂർ എത്തിയെങ്കിൽ നല്ല അടിപൊളി ബിരിയാണി കിട്ടുന്ന സ്പോട്ട് ഉണ്ട്. ഇവിടുന്ന് ബിരിയാണി പാർസൽ വാങ്ങി കഴിച്ചിട്ടുണ്ടേനു. ഫുഡ് കഴിച്ചാൽ പിന്നെ മദന മസ്റ്റാണ് എനിക്ക്. അതുകൊണ്ട് മാംഗോ സിപ്പപ്പം വാങ്ങി കഴിച്ചിട്ടുണ്ടേനു. നല്ല പനിയായതുകൊണ്ട് 2 ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലേനു. ഞാനെന്താ വീഡിയോ ഇടാത്തേന്ന് ആലോചിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് എന്റെ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവില്ല. ഓർക്ക് വേണ്ടിയിട്ടാ ഞാൻ പറഞ്ഞത്. ബാക്കിലെ സീറ്റിൽ എനിക്ക് എയർബെഡ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടേനു കേട്ടോ. ഉമ്മ ഫ്രണ്ടിൽ ഇരുന്നപ്പോൾ ഞാൻ ബാക്കിലോട്ട് ഇരുന്ന്. ആമസോണിൽ നിന്നാട്ടോ ഞാൻ ഈ ബെഡ് പർച്ചേസ് ചെയ്തത്. നല്ല ലോങ് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആണ്. വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ എന്ത് തിന്നാണ്ട് നോക്കിയപ്പോൾ ഒരു കവർ കണ്ട്. അതിൽ എനിക്ക് ലോലിപോപ്പും ഉണ്ട്, പിന്നെ മടുക്കും ഉണ്ട്, കടലക്കും ഉണ്ട്. അതും ഇങ്ങനെ തിന്നിരിക്കുമ്പോഴാണ് നല്ല അടിപൊളി ഒരു പ്ലേസ് കണ്ടത്. സ്ഥലം എന്നത് പഴങ്ങാടി. കുന്നും ഫുൾ പച്ചപ്പ്. എന്ത് രസാന്ന് കാണാൻ. വീടിനകത്ത് കാണുന്നുണ്ടോ അറിഞ്ഞൂടാ. കുറച്ചേരം വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ ഒരു വീട് എന്റെ കണ്ണിൽ പെട്ടിട്ടോ. എന്ത് രസാന്നേരം കാണാൻ. എനിക്ക് പണ്ടത്തെ വീടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ കാണാൻ. അവിടെ ഒരു വല്യപ്പനെ കണ്ടോ, മൂപ്പരുണ്ടല്ലോ അവിടെ ഫുൾ ക്ലീൻ ചെയ്തോണ്ടിരിക്കാനും. നല്ല പ്രായമുണ്ട്, കണ്ടാലേ അറിയാം. ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ, അതന്നെ വലിയ കാര്യം. നമ്മളൊക്കെ ഈ പ്രായത്തിൽ ഇങ്ങനെ ഉണ്ടാവാവോ. ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വേഗം പോയിണ്ടേനു കേട്ടോ. എനിക്ക് മൂപ്പരാള് വീട് കാണാൻ നല്ല ആഗ്രഹമുണ്ട്. ഇനി നെക്സ്റ്റ് ടൈം ഈ വേക്കൂടെ പോകുമ്പോൾ എന്തായാലും മീറ്റ് ചെയ്യണം. ഈവനിങ് ആയപ്പോൾ കാസർഗോഡ് എത്തിയിട്ടുണ്ടേനുണ്ടോ. നമ്മൾ ഈ വേക്ക് എപ്പം പോവാണെങ്കിൽ എനിക്ക് കട്ട് ഫ്രൂട്ട് വാങ്ങിക്കാനും ചായ കുടിക്കാനും നമ്മളിവിടെ നിർത്തലുണ്ട്. കട്ട് ഫ്രൂട്ടും വാങ്ങി, പിന്നെ സ്റ്റീം ചെയ്ത കോണും വാങ്ങിയിട്ടുണ്ടേനു. ഞാനൊരു മിൽക്കോല് വാങ്ങിയിട്ടുണ്ടേനു. എനിക്ക് ടോപ്പിങ്ങിൽ ഐസ്ക്രീം ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് സേച്ചിട്ട് കൊടുത്തു, ബാക്കി ഞാൻ കുടിച്ച്. ഉമ്മക്കൊരു ചിക്കൻ സമൂസ വാങ്ങിയപ്പോൾ അതിന്ന് ഒരു പീസ് കഴിച്ചിട്ടുണ്ടേനു. ഇതാണ് കേട്ടോ ബെക്കൽ ഫോർട്ടിന്റെ എൻട്രൻസ്. ഞാൻ ഇതിന്റെ മുമ്പ് ഇവിടെ പോയിട്ടുണ്ട്. ഉച്ചക്ക് പോയിട്ട് തന്നെ പൊരിഞ്ഞ വെയിലത്ത് ഉണക്കാട്ട അവസ്ഥയേനു. പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല അടിപൊളി ഒരു പള്ളി കണ്ടിട്ട് ലൈറ്റൊക്കെ വെച്ചിട്ട് എന്ത് രസാന്നറിയാൻ കാണാൻ. കാസർഗോഡ് കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെ നല്ല ഭംഗിയുള്ള കുറെ പള്ളികൾ കാണാം കേട്ടോ. നമ്മളെ നാട്ടിൽ കാണാതെ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ കാണണമെങ്കിൽ അത് കാസർഗോഡ് തന്നെ വരണം കേട്ടോ. ജെൻസിന്റെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള കുറെ പാർട്ടി വിയേഴ്സ് ഒക്കെ ഉണ്ടേനു. ഉടുപ്പിത്തെ ഫുഡൊന്നും വലിയ ലൈക്കൊന്നും ഇല്ല. അതുകൊണ്ട് കാസർഗോഡ് തന്നെ നമ്മൾ നൈറ്റിലേക്കുള്ള ഡിന്നർ വാങ്ങിയിട്ടായിട്ടോ പോയത്. ഇത് നല്ല അടിപൊളി ഒരു ഫുഡ് സ്പോട്ടാണ്. ഇവിടുത്തെ അൽഫാമൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിട്ടാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു റെസ്റ്റോറന്റും ആണ്. നൈറ്റ് ഒരു 10:30 ആയപ്പോഴാട്ടോ നമ്മൾ ഉടുപ്പി എത്തിയത്. ഇപ്പൊ നമ്മൾ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആട്ടോ നമ്മൾ എപ്പോഴും റൂം എടുക്കല്. എല്ലാരും നല്ലോണം ടയർഡ് ആയിക്കണം. ഫ്രഷ് ആയി ഫുഡ് കഴിച്ച് വേഗം കിടന്നുറങ്ങണം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.